ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വേറൊരു രീതിയിൽ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് എണ്ണയിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചേർന്നിട്ടുള്ള പേസ്റ്റ് ഇട്ടു. അതിലേക്ക് ഒരു 4 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയെല്ലാം കൂടെ അതിലേക്കിട്ട് നല്ലോണം ബ്രൗൺ കളറാകുവോളം മൂപ്പിക്കുക. അതേപോലെ ഒരു 3 വലിയ തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 കിലോനടുത്ത് വരുന്ന ചിക്കന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളാണ്. ഇതൊരു ബ്രൗൺ കളറായിട്ടുള്ളി വരുമ്പം അതിലേക്ക് ഈ തക്കാളി ഇടുന്നു. ഇതും കൂടെ ഇട്ടിട്ടൊരു 2-3 മിനിറ്റും കൂടെ നല്ലോണം ചൂടാക്കി എടുക്കുക. ചൂടാക്കി എന്ന് പറഞ്ഞാൽ അതൊന്ന് നല്ലോണം ഉടഞ്ഞ് വരുന്ന രീതിയിൽ തക്കാളി ആവുന്നോളം. അതിന് ഇത് ഏകദേശമായി. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തണിയാൻ എടുത്ത് വെക്കുന്നുണ്ട്. തണിയാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഇത് പിന്നെ മുളകും മഞ്ഞൾപ്പൊടിയും ചിക്കൻ പൗഡറും എല്ലാം തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടു. അത് ഏകദേശം അരമണിക്കൂറായി മസാലയെല്ലാം തേച്ച് വെച്ചിട്ട് അത് ഇതിലേക്കിട്ട് അതിലേക്ക് ബാക്കി വരുന്ന മല്ലിപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്തു. ഇതിലേക്ക് ഒരു 4-5 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ എടുത്ത് വെച്ചത് ഉള്ളിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചത് തണിഞ്ഞ് കാണും. അതൊന്ന് അരച്ച് വരട്ടെ. ഇതൊരു 2-3 മിനിറ്റ് വരെ ഇളക്കുക. ഈ അരച്ച് വന്ന ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ള പേസ്റ്റ് ഇതിലേക്ക് ആ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇത് തിളക്കാൻ വെച്ചു. തിരി കുറച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തിളക്കാൻ വെച്ചു. കാരണം ചിക്കൻ വേവിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്തു. അതിന് ശേഷം തേങ്ങാപ്പാൽ ഏകദേശം 1/4 മണിക്കൂറോളം ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് ഈ തേങ്ങാപ്പാൽ വാങ്ങി വെക്കുന്നതിന് അടുപ്പിച്ചിട്ട് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചിക്കൻ കറി റെഡി. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇത്തരത്തിലുള്ള ചിക്കൻ കറിയാണ് ആക്കുക. ഡെയിലി ഒരേപോലെ വെക്കില്ല. എന്നാൽ ഇതുപോലെ അരച്ച് ചേർത്തിട്ടില്ലായിരുന്നു, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡി. സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.